ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണെന്നായിരുന്നു ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വരവിൻ്റെ സമയത്ത് വലിയ തോതിലുള്ള പ്രചാരണ വാചകം. അതിനുശേഷം ബാറുകൾ തുറന്നില്ലേ? ആവശ്യത്തിൽ കൂടി തുറന്നു. അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മദ്യം നമ്മുടെ സമൂഹത്തിൽ വിപത്തല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആരോഗ്യപരമായ വിപത്ത് ഉണ്ടാക്കുന്നുണ്ടോ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്? മദ്യം ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ അത് ഉണ്ടാക്കുന്ന സാമൂഹിക വിപത്ത് എന്തുമാത്രമാണ് എന്ന് നമുക്കറിയാം. അത് കുടുംബങ്ങളെ എന്തുമാത്രം അസ്ഥിരമാക്കുന്നു, കുഞ്ഞുങ്ങളെ എന്തുമാത്രം അനാഥരാക്കുന്നു, കുഞ്ഞുങ്ങളുടെ ലൈഫിനെ, ക്വാളിറ്റി ലൈഫിനെ എന്തുമാത്രം ബാധിക്കുന്നു. ഏതൊക്കെ അർത്ഥത്തിൽ പരിശോധിച്ചാലും മദ്യം എന്ന് പറയുന്ന ഒരു വിപത്താണ്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. മറ്റേത് രണ്ടെണ്ണം അടിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ആളുകൾ നിങ്ങളെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു മോശം സംഗതി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ക്രൈം റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇടതുപക്ഷ സർക്കാർ ഈ കാര്യത്തിലൊരു നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ മദ്യ നിരോധനമല്ല. ഉമ്മൻചാണ്ടി സർക്കാർ 430 ബാർ കൂട്ടിയപ്പോൾ മദ്യ നിരോധനമല്ല ഞങ്ങളുടെ നയം, മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഞങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം സർക്കാർ ഇവിടെ വന്നു ഒരു ഡ്രൈ ഡേ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. അന്ന് മദ്യം എവിടെയും കിട്ടില്ല. ഡ്രൈ ഡേകളുടെ എണ്ണം അങ്ങോട്ട് കുറച്ചു. എണ്ണം കുറയ്ക്കാന്ന് വെച്ചാൽ മദ്യം കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടി എന്നല്ലേ കണ്ടത്. ബാറുകളുടെ എണ്ണം കൂട്ടി, ടോഡി ഷോപ്പുകളുടെ എണ്ണം കൂട്ടി, അതല്ലേ കണ്ടത്. ഇപ്പോൾ ജവാൻ എന്ന് പറഞ്ഞൊരു സംഗതി സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഭയങ്കര തോതിൽ സക്സസ് ആയതോടെയാണ് ഇനിയിപ്പോൾ പുതിയ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അത്രേ അത് എന്ന് വെച്ചാൽ അതിനെങ്ങനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പേരിടൂ, നിങ്ങൾ ലോഗോ നിശ്ചയിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് മദ്യ ഉപഭോഗത്തെ ഒരു സാധാരണ സംഗതിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം ജനകീയമാക്കുകയാണ്. പരമാവധി കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊരു ഇടതുപക്ഷ പുരോഗമന സർക്കാർ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് സർക്കാർ വലിയതുള്ള വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് മദ്യത്തിൻ്റെ ഏത് കുപ്പി, ഏത് സൈസിലുള്ള കുപ്പി വാങ്ങിച്ചാലും അതിന് ഭീമമായ ടാക്സ് ഗവൺമെൻറ് ഈടാക്കുകയാണ്. ഓരോ തവണയും സർക്കാർ റവന്യൂ കൂട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും ചെയ്യുന്ന കാര്യം ഈ മദ്യത്തിൻ്റെ വില കൂട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഇരട്ടിയിലധികം സർക്കാർ ടാക്സ് ആയിട്ട് വാങ്ങിച്ചു കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ ടാക്സ് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പം, നമ്മൾ കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഡെയിലി മദ്യം വാങ്ങിച്ചു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരും, കൂലിപ്പണിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ദരിദ്ര കുടുംബാംഗങ്ങളാണ്. ഒരു ദിവസം 500 രൂപ, 1000 രൂപ പണിക്കൂലി കിട്ടുന്ന ഒരാൾ 300 രൂപയ്ക്ക് കള്ളു കുടിച്ചുകൊണ്ടിരുന്നു എന്ന് കരുതുക. സർക്കാർ അതിൻ്റെ വില 400 ആക്കുമ്പോൾ അയാൾ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന രൂപയാണ് കുറയുന്നത്. അയാളുടെ പണിക്കൂലിയൊന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് പരമാവധി ടാക്സ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള പൈസയുടെ വിഹിതം കുറയ്ക്കുന്ന പരിപാടിയാണ്. ഒരു നിലയ്ക്കൂടെ പിടിച്ചു പറയാണ് ഈ നടത്തുന്നതെന്ന കാര്യം കാണണം. അല്ലെങ്കിൽ അതിന് സർക്കാരിന് വില കൂട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉപഭോഗം കുറയ്ക്കാം എന്നൊരു പ്ലാൻ ഇടയ്ക്ക് വിശദീകരിക്കപ്പെട്ട ഒന്നാണ്. വില കൂടുമ്പോൾ ഉപഭോഗം കുറയും. അങ്ങനെ കുറയോ? ഈ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും, ഇപ്പോൾ നമ്മൾ MDMA ഉപയോഗിക്കാൻ വേണ്ടി അമ്മൂമ്മയെ തലിക്കുന്ന ആൾക്കാരെയോ കാണുന്നുണ്ട്. മദ്യപിക്കാൻ പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്ന ആൾക്കാരുണ്ട്, മോഷ്ടിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഏത് തരത്തിലുള്ള അതിക്രമത്തിനും തയ്യാറാവും. അപ്പോൾ ഗവൺമെൻറ് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞാൽ ആ നയത്തിനൊപ്പം നിൽക്കണം.